പരലോകത്ത് ആദ്യത്തെ ക്വസ്റ്റ്യൻ നമസ്കാരത്തെ കുറിച്ചാണ്. ആ ക്വസ്റ്റ്യനിൽ വിജയിച്ചു കഴിഞ്ഞാൽ വഖദ് അഫ്ലഹ വ അൻജഹ, രണ്ട് പദമാണ് വിജയിച്ചു എന്നതിൽ പ്രയോഗിച്ചത്. ഒന്ന് അഫ്ലഹ വ അൻജഹ, രക്ഷപ്പെട്ടു, വിജയിച്ചു. അതിൽ പരാജയപ്പെട്ടാൽ വഖദ് ഖാബ വ ഖസിറ, രണ്ട് പദം, നഷ്ടക്കാരനായി, എല്ലാം അവസാനിച്ചവനായി. ആ നമസ്കാരത്തിന്റെ കാര്യത്തിൽ എന്റെയും നിങ്ങളുടെയും നിലവിലുള്ള അവസ്ഥ എന്താണ്? അത് നമ്മൾ കളിയും തമാശയും കണ്ടാൽ മതിയോ? അതെപ്പോഴെങ്കിലും ഒക്കെ നമസ്കരിച്ചാൽ മതിയോ? 5 വക്ത് എന്നുള്ളത് 3 വക്ത് മതിയോ? മാസത്തിൽ ഒരു 10 ദിവസം 5 വക്ത്, 10 ദിവസം 3 വക്ത്, 10 ദിവസം ഒന്നുമില്ല, അങ്ങനെ മതിയോ? നമുക്കൊരു ബേജാറും ഈമാനും തഖ്വയൊക്കെ കൂടുമ്പോ ഒരു 2 ദിവസം നിസ്കരിച്ചാൽ മതിയോ? പോരാ. 10ാമത്തെ വയസ്സ് മുതൽ മരണം വരെ, മരണക്കിടക്കയിൽ എല്ലാം നഷ്ടപ്പെട്ട് നമുക്ക് ബോധം മാത്രമുള്ള സമയത്ത്, കണ്ണ് മാത്രം ചലിക്കുന്ന സമയത്ത്, കണ്ണുകൊണ്ടെങ്കിലും നിർവഹിക്കേണ്ട ആരാധനയാണ് നമസ്കാരം. നമ്മൾ അത് എത്രത്തോളം ഗൗരവത്തിൽ എടുത്തിട്ടുണ്ട്, നമ്മളത് എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യത്തിൽ എടുത്തിട്ടുണ്ട്. അതാണ് റസൂൽ പറഞ്ഞല്ലോ, അഫ്ഖലുസ് സ്വലാത്തു അലൽ മുനാഫിഖീന, മുനാഫിഖീങ്ങളായ ആളുകൾക്ക് ഏറ്റവും പ്രയാസകരമായ നമസ്കാരമാണ് സ്വലാത്തുൽ ഇശാഇ വ സ്വലാത്തുൽ ഫജ്ർ, ഇശാ നമസ്കാരവും ഫജ്ർ നമസ്കാരവും. ജമാഅത്തിൽ ഏറ്റവും ആളുകൾ കുറയുന്ന 2 നിസ്കാരമാണ്. പിന്നെ അസ്ർ, അസ്ർ പ്രത്യേകിച്ച് അല്ലാഹുവിന്റെ റസൂലും ഖുർആൻ പറഞ്ഞ നിസ്കാരമാണ്. ഇതിൽ 2 നമസ്കാരം, ഒന്നേതാണ് സുബഹ്, രണ്ടോ ഇശാ. കച്ചവടം എന്നത് ആരോഗ്യമുള്ള കാലം മുഴുവൻ ചെയ്യണം എന്നാഗ്രഹിക്കാത്ത ഒരാൾ നമ്മുടെ നാട്ടിലുണ്ടാവും. 40 വയസ്സിൽ കച്ചവടം ചെയ്യാ, പിന്നെ വെറുതെ ഇങ്ങനെ നടക്കുക, ആരും ചിന്തിക്കോ? ഇല്ല, അപ്പൊ കച്ചവടം ഒന്നും ഉണ്ടാവും. എന്റെ ജോലി എന്നും ചെയ്യണം എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ആരോഗ്യമുള്ള കാലത്ത് ഞാൻ തന്നെ എന്റെ കൈകൊണ്ട് അധ്വാനിച്ച് എന്റെ വരുമാനം ഉണ്ടാക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ആണ് സ്ത്രീകൾക്ക് അടുക്കള ജോലി എന്നും ഉണ്ടാവും, വെള്ളിയാഴ്ച ഉണ്ടാവും. എന്നാൽ വെള്ളിയാഴ്ച ഒന്ന് പള്ളിയിലേക്ക് എത്തണം എനിക്ക് പറ്റുമ്പോൾ എന്ന് വിചാരിക്കുന്നവരാണ് നമ്മുടെ പള്ളിയിൽ ഇരിക്കുന്ന ആളുകൾ. അവർ ജോലി ഇല്ലാത്തവരല്ല, ജോലിയുള്ളവരാണ്. പക്ഷെ നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മളൊരു കച്ചവട സ്ഥാപനത്തിൽ ഒരു മുസല്ല വാങ്ങിയിട്ട് നമ്മൾ മരിച്ചോളം അവിടെ തന്നെ നിസ്കരിക്കാനാണോ നമ്മൾ തീരുമാനം? അതല്ല. അപ്പൊ ഒന്ന് പള്ളിയിൽ പോയി നടക്കണ്ട, ബൈക്കുണ്ട്, കാറുണ്ട്, സൗകര്യമുണ്ട്. ആ ടൈം മൊബൈലിൽ വരെ സെറ്റ് ചെയ്യാം. ബാങ്ക് കൊടുക്കുന്നതിന്റെ 2 മിനിറ്റ് മുമ്പ് മൊബൈൽ നമ്മളോട് പറയും ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട് കേട്ടോ. ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ 15 മിനിറ്റോ 20 മിനിറ്റോ ആണ് ജമാഅത്തിന് എന്നത് എല്ലാവർക്കും ഒരു ദിവസം പള്ളിയിൽ പോയാൽ അറിയാം. പക്ഷെ നമ്മൾ പോകാതെന്നാല് മരിക്കോളം പോകില്ല. പോയി തുടങ്ങിയാലോ എന്നും എത്താൻ കഴിയും. നമ്മൾ ആലോചിക്കേണ്ടതാണ്, നമ്മൾ ചിന്തിക്കേണ്ടതാണ്. എനിക്ക് 27 ഇരട്ടി വേണം, പുരുഷന്മാർ സൗകര്യപ്പെടുമെങ്കിൽ നമസ്കരിക്കേണ്ടത് പള്ളിയിൽ നിന്നാണ് എന്നതൊക്കെ നമുക്കറിയുന്ന ഒന്നാണ്. അല്ലാഹു റസൂൽ പറഞ്ഞു, മുനാഫിഖീങ്ങൾക്ക് വളരെ പ്രയാസകരമായ 2 നമസ്കാരം, ഒന്ന് ഇശാ നമസ്കാരമാണ്, 2 സുബഹി നമസ്കാരമാണ്. പ്രയാസം തന്നെയാണ്. സുബഹിയുടെ സമയം വലിയ പ്രയാസം. എഴുന്നേൽക്കാനുള്ളത്, ഉറക്ക് നല്ല മുറുകി വരുന്ന സമയമാണ്. എന്നാ ഉണർന്നാലോ കുറേ കാര്യങ്ങൾ ചെയ്യാം.